കായംകുളം നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു. വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെയാണ് തിരഞ്ഞെടുത്തത്. അതേസമയം ആദ്യ 2.5 വർഷവും പിന്നീട് 2.5 വർഷവും എന്ന നിലയിൽ ടേം വ്യവസ്ഥയിലാണ് അധ്യക്ഷന്മാരുടെ കാലാവധി UDF പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കായംകുളം നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ട UDFന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർക്ക് 2.5 വർഷം കാലാവധിയാണ് പാർലമെന്ററി പാർട്ടി നൽകിയിരിക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബിജു നസറുള്ള അധ്യക്ഷനാകും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അനിത മുട്ടാണിക്കൽ അധ്യക്ഷയാകും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കാവിൽ നിസാമാണ് അധ്യക്ഷൻ. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സോളമൻ റൊസാരിയോ ആണ് അധ്യക്ഷൻ. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ മിനി സാമുവലാണ്. 2.5 വർഷത്തിന് ശേഷം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ വള്ളിയിൽ റസാഖാകും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ് ആകും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കരുവിൽ നിസാറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അസീം നാസറും ആകും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പിൽ LDFും മത്സരിച്ചിരുന്നു. വികസനകാര്യത്തിൽ A. നസീർ, മരാമത്തിൽ ഗംഗാദേവി, ക്ഷേമകാര്യത്തിൽ മിനി സലീം, വിദ്യാഭ്യാസത്തിൽ കാർത്തികക്കുട്ടി, ആരോഗ്യത്തിൽ സജന ഷഹീർ എന്നിവരാണ് മത്സരിച്ചത്. BJP അംഗങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. CDNet ന്യൂസ്, കായംകുളം.